ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ബ്യൂട്ടി ടിപ്പൊന്നുമല്ല. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എത്തിയതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മുടെ കണ്ണുകളിലെത്തുന്ന, നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ നോട്ടത്തിൽ എത്തുന്ന, നമ്മുടെ അനുഭവത്തിലൂടെ എത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് പറ്റാത്തത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ പറ്റട്ടെ, നമ്മളെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്, നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. പെട്ടെന്ന് എങ്ങനെ സൗന്ദര്യം വയ്ക്കാം, പെട്ടെന്ന് എങ്ങനെ നമുക്ക് പണക്കാരനാവാം, പെട്ടെന്ന് നമുക്ക് കടത്തിൽ നിന്ന് മുക്തി നേടാം, പെട്ടെന്ന് നമുക്ക് എങ്ങനെ വീട് വയ്ക്കാം, എങ്ങനെ ജോലി നേടാം, ബിസിനസ്സിൽ എങ്ങനെ മുന്നേറ്റം കിട്ടാം, അങ്ങനെ ഒരുപാട് അതിനൊക്കെ പ്രതിവിധി ആയിട്ടുള്ള വീഡിയോ ഒരുപാട് ആൾക്കാരിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർ കാണുന്നുണ്ട്, നമ്മളെപ്പോലുള്ളവർ അത് പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണത്തിൽ ചിലർ സക്സസ് ആവുന്നുണ്ട്, ചിലർ ഫെയിൽ ആവുന്നുണ്ട്. അത് പരീക്ഷിക്കുന്നതിൻ്റെ രീതി മാറിപ്പോകുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പരീക്ഷണത്തിൻ്റെ രീതി മാറിപ്പോകുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. എനിക്ക് തോന്നുന്നു അവർ പോസിറ്റീവ് വൈബോടെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. ചിലർ നെഗറ്റീവായിട്ട് ചെയ്യും. അത് നടക്കുമോ എന്ന് നോക്കി ചെയ്യുന്നവർക്ക് അത് അതിൻ്റേതായ ഫലം. പിന്നെ ചിലർക്ക് എന്നെപ്പോലെയുള്ള കുറച്ച് പേരുണ്ട്, അവർ ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, 3 ദിവസം ചെയ്യും, 4ൻ്റെ അന്നാകുമ്പോഴത്തേക്ക് മടിയും തോന്നും. 4ൻ്റെ അന്നാകുമ്പോഴത്തേക്ക് മടിയും തോന്നും, ചെയ്യാനും പിന്നെ അങ്ങ് മടിക്കും. അപ്പം ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് കേട്ടോ. ഏത് കാര്യം നമ്മൾ ഒരു ദിവസം 2 ദിവസം ചാടിക്കൊണ്ട് നിൽക്കും, 3ൻ്റെ അന്നാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മടിയും മടുപ്പും ഒക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കതിൽ പൂർണ്ണ വിജയം കണ്ടെത്താനും പറ്റിയിട്ടില്ല. അങ്ങനെ വിജയം കാണണമെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോരുത്തർ പറയുന്ന അതേ ടെക്നിക്കിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ, അത് ഏത് ജോലിയും ഏത് മേഖലയിലും അങ്ങനെ തന്നെ, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അതിൽ ഫലം കണ്ട് തന്നെ പോകും. റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അതിൽ നമ്മൾ വെറും ഫെയിലായിട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പിന്നെ ഇൻസ്റ്റയിൽ ഒരു ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പം ഞാൻ ഒരു വർഷത്തെ 2 ദിവസം പരീക്ഷിച്ചു, പിന്നെ ഞാനങ്ങ് മടിച്ചു കേട്ടോ. അപ്പം ഞാൻ കരുതി ഞാനേ ചെയ്യുന്നില്ല, എനിക്കേ മടി. അപ്പം എനിക്ക് കിട്ടിയ ആ ഒരു അറിവ് നിങ്ങളിലോട്ട് എത്തിക്കാം. അപ്പം നമ്മളൊരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെങ്കിലും ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്ക് ആർക്കും ഒന്നും കൊടുത്തു നിറയ്ക്കാനോ കുറച്ച് സാമ്പത്തികമായിട്ട് ഒക്കെ ഒന്നും നമുക്കാരും സഹായിക്കാനും പറ്റത്തില്ല, കൊടുത്തു നിറയ്ക്കാനും പറ്റത്തില്ല. നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന ഇതുപോലത്തെ കുഞ്ഞു അറിവുകൾ, നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന അറിവുകളും നമുക്ക് കിട്ടുന്നതൊക്കെ നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ഉപകാരം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യരുതെന്ന് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുറച്ച് സഹോദരന്മാരൊക്കെ ഉണ്ട്. അവർക്കെങ്കിലും ഇത് പ്രയോജനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആദ്യം ഞാൻ കരുതി ഞാനത് ചെയ്ത് പരീക്ഷണം നോക്കിയിട്ട് നിങ്ങളെ എത്തിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് പരീക്ഷണം നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്ന എനിക്ക് ഈ ജന്മത്ത് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കാണാനിടയായി. എന്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സാമ്പത്തികമായിട്ട് നല്ല പണം നമ്മുടെ കയ്യിൽ എപ്പോഴും നിറയാൻ വേണ്ടിയിട്ട്, എപ്പോഴും പണം നമ്മുടെ കയ്യിൽ വന്ന് നിറയാനും, നമുക്ക് അത്യാവശ്യത്തിന് കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് കയ്യിൽ പണം വരുമെന്നാണ് ആ സഹോദരി പറയുന്നത്. അപ്പോൾ അതിലെത്രത്തോളം ഇതുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പം നിങ്ങൾ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ചേച്ചിയുടെ ഈ പിന്നെ വീഡിയോയിലൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ചേച്ചി പറഞ്ഞ ആ കാര്യം ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്ത് ചേച്ചി, ഞങ്ങൾക്കത് സക്സസ് ആയി ചേച്ചി, എന്തായാലും ചേച്ചിയെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം കിട്ടിയല്ലോ ചേച്ചി, ഒത്തിരി താങ്ക്സ് ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് നിങ്ങൾ നമുക്ക് വന്ന് കമൻ്റ് ഇടണം കേട്ടോ. ആരായാലും ചെയ്ത് ഫലം കിട്ടിയാൽ നമുക്ക് വന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം.
നിങ്ങളെപ്പോലുള്ളവർ ഇത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം ചെയ്യും 3ൻ്റെ അന്ന് മടിക്കുന്ന ഒരാളാണ്. അപ്പം മടിയൊന്നും ഇല്ലാണ്ട് ജീവിതത്തിൽ മുന്നേറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും, കുറച്ച് നല്ല ആൾക്കാർ കാണും. അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് നല്ല ഇതാവണമെന്ന് താല്പര്യമുള്ള കുറച്ച് പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ചേച്ചിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഒരു മിറാക്കിൾ നമ്പറാണ് കേട്ടോ. ഇപ്പം മൊത്തത്തിലെല്ലാം മിറാക്കിൾ നമ്പറാണ്. എവിടെ നോക്കിയാലും മിറാക്കിൾ നമ്പരേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഏഞ്ചൽ നമ്പർ, ഏഞ്ചൽ നമ്പർ, ഏഞ്ചൽ നമ്പർ, ഏഞ്ചൽ നമ്പർ, ഏഞ്ചൽ നമ്പർ. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ വളച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഞാനും ഒരു നമ്പർ കണ്ടു, അതിലൊരു 7 അക്ക നമ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്പർ ഞാനിവിടെ പറയാം. പിന്നീട് എനിക്കൊരു ഡൗട്ടുണ്ട്. 5 2 0 7 4 1 8 നമ്പർ അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നമ്പറൂടെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒന്നുകൂടെ നോക്കിയിട്ട് വന്ന് പറയേണ്ടതായിരുന്നു. എന്തായാലും നമ്പർ തെറ്റാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ നമ്പർ തെറ്റാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം. പൊന്നുമക്കളെ, നമ്പർ അതല്ല, നമ്പർ ഇതാണെന്ന് ഞാൻ എൻ്റെ ഷോർട്ടിനിപ്പോൾ ഞാൻ എഴുതി ഒരു പേപ്പറിലെന്തോ അത് എഴുതിയിട്ടിരുന്നു. അന്നേരം കണ്ടപ്പോഴത്തേക്കേ നമ്പർ ഞാൻ അത് കറക്റ്റാണെന്ന് നോക്കിയില്ല. ഇതിൽ ഈ നമ്പറിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് വരുന്നതായിരിക്കും. ആ ഷോർട്ടിൽ നമ്മൾ ഈ വീഡിയോ പിൻ ചെയ്ത് വെക്കും, നിങ്ങൾ കാണണം. അപ്പം നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം. 5 2 0 7 4 1 8 7 നമ്പർ ഒന്നുകൂടെ പറയാം. 5 2 0 7 4 1 8 4 1 8 കറക്റ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഷോർട്ടെങ്കിലും ഇടാം. അപ്പം നിങ്ങളിത് നിത്യവും പറയണം കേട്ടോ. നിത്യവും നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പൈസ വരുമെന്നാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ കണ്ടതും കേട്ടതുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇതിപ്പോൾ ആർക്കും വലിയ ഒന്നും നഷ്ടപ്പെടാനുള്ള സംഭവമൊന്നുമല്ല. അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പം അത് കറക്റ്റാണെങ്കിലോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വന്ന് പറയുക, ചേച്ചി കറക്റ്റാണെന്നെങ്കിൽ ഞാനും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണെങ്കിൽ നിങ്ങൾ വന്ന് പറയുക, ഞാനും ചെയ്യാം. അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പൈസയ്ക്ക് ആവശ്യമുള്ളവരും കടമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇതൊന്ന് ചെയ്ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നെങ്കിൽ നേടട്ടെ. നമുക്ക് കിട്ടിയ അറിവാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം. ഞാൻ ഫോണുണ്ടല്ലോ, ഫാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണേ വീഡിയോ എടുക്കുന്നത്. നമ്മൾ കുളിച്ച് നനച്ചൊക്കെ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി കുളിക്കാമെന്ന് കരുതിയിട്ടാണ് വന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. 2-3 ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന്. പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.